രാജേന്ദ്രൻ വന്നോ ആവോ? ആരാ? ഞാൻ പ്രസാദ്. എനിക്ക് ഇന്ദുവിനൊന്ന് കാണണം. ഇന്ദു? ഏതിന്ദു? ഇന്ദു എന്ന് പറഞ്ഞാൽ നിനക്കെന്താ ഇവിടെ കാര്യം? ഏതോ ഇന്ദുവിനെ കാണാൻ വന്നതാത്രേ. ഓഹോ, അപ്പൊ നീ എവിടെ വിടാൻ ഭാവില്ലല്ലേ? ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നാ. മോനെ, ഞങ്ങളുടെ പെങ്കൊച്ചിനെ തട്ടിയെടുത്ത് കോടീശ്വരനാണ് നിന്റെ മോഹമെങ്കിൽ നിന്റെ ശവം പോലും ബാക്കി കാണില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ? നീ ഒന്നും പറയട്ടാ. എന്റെ മോള് ആശുപത്രിയിൽ ബോധത്തിലുണ്ട്, കിടക്കാം. കൊണ്ടുപോയി കൊന്ന് കുഴിച്ചു പോടാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവള് വരുന്ന പ്രശ്നമില്ല. വരും. ഇന്ദുവിനെ കൊണ്ട് ഞാൻ പോവും. ഇന്ദു, ഇന്ദു, ഈ കൊണ്ടുപോകും. ഒന്നുകൂടെ ഞാൻ ഓടിയത് ഞാൻ എന്തോ എന്റെ മോൾ ആശുപത്രിയില് പനിച്ച് ബോധമില്ലാണ്ട് കിടക്കാം. അവളൊന്നും കാണണം. വേറെ ഒന്നും വേണ്ട എനിക്ക്. ആരുടെയും സ്വത്തും പണവും തട്ടിയെടുക്കാൻ വന്നല്ല. ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ മോള് മാത്രമേ ഉള്ളൂ. അവൾക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്നും അവൾ കാണണം. ഒരു തവണ. വേണ്ട, എനിക്കാരെയും കാണണ്ട. ഞാൻ നിങ്ങളുടെ ആരാ? അവൾ കാര്യം കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി എനിക്കാരെയും കാണണ്ട. എനിക്കാരെയും കാണണ്ട. അതെ, ശ്രീവത്സ മംഗളാവന്നെ. ഓ, സാറായിരുന്നു. എന്താ കാര്യം? ഇല്ല, നന്ദിനെ ഇവിടെ നയിക്കാൻ പറ്റില്ല. ബെഞ്ചമിൻ സി കുരുവിള, ആശുപത്രി കിടക്കുന്ന മറ്റവന്റെ കൊച്ചിന് വേണ്ടി റെക്കമെൻഡേഷൻ. നിന്നെ ഇവിടുന്ന് പറഞ്ഞ് അയക്കണോന്ന്. ഞാനൊന്ന് പോയി കണ്ടാലോ? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ? അങ്ങനെ തന്തയെന്നുള്ളയില്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ നാട്ടില്. അവരെയൊക്കെ സംരക്ഷിച്ചോളാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞാനും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ? നിനക്ക് അച്ഛനും അമ്മയും മാത്രമല്ലേ ഇല്ലാതായിട്ടുള്ളൂ? ബന്ധുക്കളായ ഞങ്ങളാരും ചത്തിട്ടില്ലല്ലോ. ഇത് കാനഡയല്ല. തോന്നിവാസൻ അഴിഞ്ഞാടി എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചാ നാട്ടുകാരുടെ മുന്നിൽ തലയുറത്ത് നടക്കാൻ പറ്റില്ല. കാനഡയിലും ഞാൻ മാനമര്യാദയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അതൊന്നും മനസ്സിലാകാതിരിക്കാൻ ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നല്ല. ഓ, നീ വളർന്നു വലുതായ പോലെ ഞാനങ്ങ് മറന്നു. മാത്രമല്ല, നീ ഇതിന്റെയൊക്കെ അവകാശി. ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരുമല്ലേ. അപ്പൊ ഇതും ഇതിനപ്പുറവും പറയും. കണ്ണീ കണ്ട തേർഡ് റേറ്റ് പെറുക്കിലൂടെയൊക്കെ തിണ്ടി കിടക്കാൻ ഞങ്ങളുടെ മുന്നിൽ പറ്റില്ല. ശ്രീവത്സമംഗള ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാവർക്കും നല്ലത്. ഇത്രയും വേണോ? മനോഹരനെ കൊണ്ട് അവളെ കെട്ടിച്ചാൽ നടക്കാത്ത കാര്യം വെറുതെ സ്വപ്നം കാണണ്ട. മനോഹരന് കഴുത്ത് നീട്ടി കൊടുക്കാൻ അവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇന്നിപ്പോ അവള് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു, നാളെ അവനെ കാണണമെന്ന് പറയും. കണ്ണു തെറ്റിയ അവളെയും കൊണ്ടവൻ പോയെന്നും വരും. ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും വലിഞ്ഞു കയറി വന്നൊരു തെണ്ടിക്ക് കൊടുക്കണമെന്നുണ്ടോ? എന്റെ ദേവി, അങ്ങനെയൊന്നും അവളുടെ ബുദ്ധിയിൽ തോന്നിപ്പിക്കല്ലേ. അവൾക്ക് ചിലപ്പോ തോന്നും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അന്നത്തെ പോലെ ഒരു ആക്സിഡന്റ് കൂടി ഉണ്ടാക്കാൻ ഒരു ബുള്ളറ്റിന്റെ ആവശ്യമുള്ളൂ. ഒന്നുകിൽ മരണം, ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം അവളെ തളർത്തണം. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊരു കാഴ്ചബംഗ്ലാവാണെന്ന്. ഒക്കെ കാട്ടുമൃഗങ്ങളാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്നേഹം കാണിച്ചിട്ട് ചതിക്കായിരുന്നു. ആര് ചതിച്ചാലും മീനാക്ഷി ചതിക്കില്ല കുഞ്ഞെ. ഇനി ഇവിടെ നിൽക്കുന്നതാവത്ത. കുഞ്ഞിന് എവിടാ പോണ്ടെന്ന് പറ. മീനാക്ഷിയുടെ കുക്കിൽ ജീവനുണ്ടെങ്കിൽ അവിടെ കൊണ്ടൊന്ന് എത്തിച്ചിരിക്കും. എനിക്ക് മിനിമോളെ കാണണം, പ്രസാദിനെ കാണണം. സ്വത്തും പണവും ഒന്നും മോഹിക്കാതെ എന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ചത് അവര് മാത്രം. അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് അവരെ കാണണം. You